ഷഹബാസ്. മനസാക്ഷിയുള്ള ഏതൊരാൾക്കും നൊമ്പരത്തോടു കൂടെയില്ലാതെ ആ നാമം ഓർക്കാനാകില്ല. മിടുക്കനായിരുന്നു അവൻ. ഏതൊരു 10ാം ക്ലാസ്സുകാരനെ പോലെയും ഈ വർഷം SSLC എക്സാം എഴുതി ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആ 15-കാരൻ പയ്യൻ. ഒരു കാലത്ത് ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരുന്നവരുടെ കരങ്ങളിൽ നിന്നും അവൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചു കാണില്ല. നിസ്സാരമായ പ്രശ്നത്തിൻ്റെ പേരിൽ തൻ്റെ സഹപാഠികൾ തൻ്റെ ജീവനെടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും അവൻ വിചാരിച്ചു കാണില്ല. അതവനെന്നല്ല, ഒരാൾക്കും അത് വിശ്വസിക്കാനുമാകില്ല. സാധാരണ പോലെ കൂട്ടുകാരോടൊപ്പം പോയ അവൻ തിരിച്ചു വന്നത് തലപെരുക്കുന്ന വേദനയോടെയായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ച ഷഹബാസ് മോനെ തിരിച്ചു വീട്ടിലേക്ക് വരുന്നത് ചേതനയേറ്റ അവൻ്റെ ശരീരമാണ്. താങ്ങും തണലും ആകും എന്ന് വിചാരിച്ച മകൻ്റെ ചലനമറ്റ ശരീരം കണ്ട് മാതാപിതാക്കൾ ബോധരഹിതരായി വീണു. സഹപാഠികൾ വാവിട്ട് കരഞ്ഞു. ഒരിറ്റു കണ്ണീരോടെയല്ലാതെ ഏതൊരാൾക്കും ആ രംഗം കണ്ടു നിൽക്കാൻ സാധിച്ചില്ല. ആ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രതീക്ഷയായിരുന്നു അവൻ. തൻ്റെ അനിയന്മാർക്ക് തണലേകേണ്ടിയിരുന്നവൻ. പ്രതീക്ഷകളെല്ലാം ആ രക്തദാഹികൾ കവർന്നെടുത്തു. വാടക വീട്ടിൽ നിന്നും തങ്ങൾക്ക് പുതുതായി നിർമ്മിക്കുന്ന പുതുവീട്ടിലേക്ക് താമസം സ്വപ്നം കണ്ട ഷഹബാസ് ഇനി 6 അടി മണ്ണിൽ കബർന്ന പുതുവീട്ടിൽ താമസം തുടങ്ങിയവൻ. അവൻ്റെ വിയോഗത്തിന് കാരണക്കാരായ പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുകയും നാഥൻ ആ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യുകയും ഷഹബാസ് മോൻ്റെ പാരിത്രിക ജീവിതം സുഖത്തിലുമാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ